ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഉപദേശം പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണോ അല്ലെങ്കിൽ വ്യക്തിയാണോ അല്ലേ? സോ ദ മെനി പീപ്പിൾ ഫൈൻഡ് ദ ഡോക്ട്രിൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് കൺഫ്യൂസിങ്. പക്ഷെ കൺഫ്യൂസ് ആവേണ്ട ഒരു ആവശ്യമില്ല. ഈസ് എ പേഴ്സൺ അല്ലേ? അതാണ് ദ ബൈബിൾ പഠിപ്പിക്കുന്നത്. സോ ദ ബൈബിൾ പ്രൊവൈഡ് മെനി വേസ് ടു ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹോളി സ്പിരിറ്റ് is a true a person. So that is, he is a personal being. Hallelujah. Is a personal being rather than impersonal thing. So first, in almost every instance, pronouns use the reference to the spirit are he and him. പരിശുദ്ധാത്മാവിനെ എല്ലായിടത്തും അപ്പോസ്തലന്മാർ യേശു പരിചയപ്പെടുന്നത് എന്താണ്? ഹി അല്ലെ ഹിം. പരിശുദ്ധാത്മാവോട് നമ്മൾ എത്രമാത്രം മിങ്കിൾ ചെയ്യാമോ ആ പേഴ്സണൽ ബീങ് അല്ലെങ്കിൽ നമ്മൾ ഇന്റിമസിയിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നോട്ട് ഇറ്റ് ഈസ് എ പേഴ്സൺ. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ പറയണം, പരിശുദ്ധാത്മാവെ അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് നിങ്ങൾ വിളിക്കണം. നിങ്ങൾ ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് നിങ്ങൾ വിളിക്കണം. ഇറ്റ്സ് എ പേഴ്സൺ. നമ്മൾ ഒരാളെ വിളിക്കുന്നത് പോലെ തന്നെ വിളിക്കണം. പ്ലീസ് കം ടു മൈ ഹൗസ്, പ്ലീസ് കം ടു മൈ ബെഡ്റൂം, പ്ലീസ് കം ടു മൈ കോളേജ്, പ്ലീസ് കം ടു മൈ സ്കൂൾ, പ്ലീസ് കം ടു മൈ കാർ. വിളിക്കുമ്പോഴത്തേക്ക് കർത്താവ് അവിടെ, ആ പരിശുദ്ധാത്മാവ് അവിടെ വരുവാൻ. സോ ഇറ്റ്സ് എ ഗ്രീക്ക് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് ഈസ് അവിടെ എഴുതിയിരിക്കുന്നത് ദ പേഴ്സൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദ വേർഡ് ഓഫ് സ്പിരിറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വേർഡ് ഓഫ് ദ സ്പിരിറ്റ് പെന്യൂമ. സോ ജോൺ 15:26, 16, 13, 14 അവിടെ ഇരിക്കുന്നതാണ്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 26-ാം വാക്യവും 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 14 ഒരു വാക്യം വായിക്കുമ്പോൾ കാണാം. ദർ ഇസ് നോ അതർ വേ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ദ ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ ബീങ് എന്നിരിക്കുന്നത്. സോ പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ ബൈബിൾ നമ്മെ സഹായിക്കുന്ന നിരവധി മാർഗങ്ങളുണ്ട് അല്ലേ? അതായത് അവരൊരു വ്യക്തിത്വമില്ലാത്ത വസ്തുവല്ല, മറിച്ച് ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയാണ്. ഒന്നാമതായി, മിക്കവാറും എല്ലാ സന്ദർഭങ്ങളിലും ആത്മാവിനെ രേഖപ്പെടുത്തിയിരിക്കുന്ന സർവനാമങ്ങൾ എന്താണ്? അവൻ അല്ലെ? അവൻ എന്ന. സോ ന്യൂമ എന്ന ഗ്രീക്ക് പദമുണ്ട്. അതാണ് ഈ ന്യൂ ടെസ്റ്റ്മെന്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിയെ സ്ഥിരീകരിക്കുന്നതിൽ ആത്മാവ് അല്ലെങ്കിൽ ന്യൂമ എന്നാണ് ഗ്രീക്കിൽ. അത് പല സന്ദർഭങ്ങളിലും നമ്മൾ പറഞ്ഞ പുല്ലിംഗം എന്നൊക്കെ പറയുന്ന പോലെ സർവനാമങ്ങൾ നമുക്ക് കാണാൻ പറ്റും അവിടെ. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 15-26 വാക്യത്തിലും യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ആ പരിശുദ്ധാത്മാവുമായിട്ട് അനിയന്ത്രമായ സർവനാമങ്ങൾ മനസ്സിലാക്കാൻ മറ്റൊരു മാർഗവുമില്ല. സോ ദ ബൈബിൾ പ്രൊവൈഡ്സ് മെനി വേസ് ടു ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡിങ് that the Holy Spirit is truly a person. That is, he is a personal being. എന്നാണ് നമ്മൾ ചിന്തിച്ചല്ലേ? Hallelujah. If you can read John chapter 15:26, just read it. Hallelujah. John chapter 15:26. യേശു പറയണം, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. കണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് യേശു നമുക്ക് തന്നിരിക്കുന്ന ഒരു ഹെൽപ്പ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ ഡ്യൂട്ടി ചെയ്യണം. അതെ, നമ്മുടെ ഡ്യൂട്ടി ചെയ്തെങ്കിലേ പരിശുദ്ധാത്മാവിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാവരുടെ പേരും പരിശുദ്ധാത്മാവ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നോ? പരിശുദ്ധാത്മാവ് നമ്മളെ ഹെൽപ്പിന് വേണ്ടി കർത്താവ് തന്നിരിക്കുന്നത് കാര്യസ്ഥനാണ്. അപ്പൊ നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും പരിശുദ്ധാത്മാവോട് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്കത് ചെയ്തു തരും, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചു തരും. ഇപ്പം എഡ്യൂക്കേഷണൽ ലെവലിലൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ എന്താണ്? ഹെൽപ്പ് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. മാത്യു 28:19 പറയുന്നത് എന്താണ്? അവിടെ പറഞ്ഞ ടീച്ചേഴ്സ് us baptize in the name of the Father, Son, the Holy Spirit. There is a collective reference to one Trinity ആയിട്ട് കാണിക്കുക അല്ലേ? So true God.
So also we are not to grieve the Holy Spirit എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ എഫേസ്യർ 4:30 എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കാൻ പാടില്ല. The spirit can be sin against. Isaiah 63:10. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ നമുക്ക് കള്ളം പറയാൻ പറ്റും. Act 10:3 എഴുതിയിട്ടുണ്ട് അല്ലേ? So and lie too. So we are obey him. Acts chapter 10, 19-20. So and honor him. Psalms 51:11. നമ്മൾ സറണ്ടർ ചെയ്യാന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ ഈൽഡ് ചെയ്യുക എന്താണ്? പരിശുദ്ധാത്മാവ് പറയുന്നതെല്ലാം ഒബേ ചെയ്യണം. പരിശുദ്ധാത്മാവ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മൾ റിജക്റ്റ് ചെയ്യാതെ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ നമ്മൾ അനുസരിക്കാമെങ്കിൽ നമ്മൾ ഉപയോഗിക്കും, നമ്മളെ കർത്താവ് ഉപയോഗിക്കും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മൾ ഉപയോഗിക്കും. പലരും കൊണ്ട് കുഴപ്പം എന്താ? പരിശുദ്ധാത്മാവിന് ശബ്ദം കേൾക്കാറുമില്ല, അവരനുസരിക്കാറുമില്ല. 28-19 പഠിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാനാണ്. അപ്പൊ ഇത് ത്രിയേക ദൈവത്തെ കുറിച്ചുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കാഴ്ചയാണ് കാണുന്നത്. എഫെസ്യ ലേഖനം 4:30 പറഞ്ഞതാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, ദുഃഖിപ്പിക്കരുത്. അപ്പം പരിശുദ്ധാത്മാവിനെ നമുക്ക് ദുഃഖിപ്പിക്കാം. അപ്പൊ ഈസ് എ പേഴ്സൺ അല്ലെ? ഒരു പേഴ്സണെ ദുഃഖിപ്പിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണമെങ്കിൽ ദുഃഖിപ്പിക്കാം. ആത്മാവിനെതിരെ എന്താണ്? പാപം ചെയ്യാൻ പറ്റും അല്ലേ? ആത്മാവിനെതിരെ പാപം ചെയ്യാൻ പറ്റും. അപ്പൊ ആത്മാവിനെതിരെ പാപം ചെയ്യരുതെന്നാണ് പ്രവൃത്തി. അതാണ് യെശയ്യാപ്രവചനം 63:10 എഴുതിയിരിക്കുന്നത്. എഫേസ്യർ 4:30. എഫേസ്യർ 4:30. വായിക്കാവോ? Ephesians chapter 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. കണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്രയിരിക്കും. എന്തിനാണ്? വീണ്ടെടുപ്പ് നാളില് അല്ലെ? അതിനുവേണ്ടി നമ്മളെ മുദ്രയിരിക്കുക. ഹല്ലേലൂയ. ഈ യെശയ്യാവ് 63:10 എന്താ വായിക്കുന്നത്? ആത്മാവിനെതിരെ പാപം ചെയ്യാൻ കഴിയുന്ന എഴുതിയിരിക്കുന്നത്. 63:10. ആത്മാവിനെതിരെ പാപം ചെയ്യാൻ പറ്റും. അതാണ് ഐസയ്യ 63:10. വായിച്ചേ. കണ്ടോ? മത്സരിച്ചു. അപ്പൊ നമ്മൾ ദൈവശബ്ദം കേൾക്കാതെ അല്ല പരിശുദ്ധാത്മാവിനെ ലിസൺ ചെയ്തില്ലെങ്കിൽ എന്താണ്? നമ്മൾ പരിശുദ്ധാത്മാവിനെതിരെ മത്സരിക്കുക. റിബൽ അഗൈൻസ്റ്റ് ഗോഡ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ ലിസൺ ചെയ്യണം, പരിശുദ്ധാത്മാവിന് നമ്മൾ സറണ്ടർ കൊടുക്കണം, പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരിക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? റിബൽ ചെയ്യണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയാണ്. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രവൃത്തി 5:3 പറഞ്ഞത് എന്താണ്? പ്രവൃത്തി 10:19-21 പറഞ്ഞത് എന്താണ്? നാം അവനെ അനുസരിക്കണം അല്ലെ? സങ്കീർത്തനം 51:11 പറയുന്നത് നാം അവനെ ബഹുമാനിക്കണം. സോ പരിശുദ്ധാത്മാവിനെ നാം ബഹുമാനിക്കണം. എപ്പോഴും എല്ലാ റെഫറൻസ് കൊടുക്കണം. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മ ഭയങ്കര സെൻസിറ്റീവ് നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. എപ്പോഴും നമ്മൾ റെഫറൻസ് കൊടുക്കണം. ഹല്ലേലൂയ. നമ്മൾ വിളിക്കണം, എപ്പോഴും ക്ഷണിക്കണം. ഹോളി സ്പിരിറ്റ് കം, എൻ്റെ കാറിൽ വാ, ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വിളിക്കണം. നമ്മൾ വിളിക്കണം, പ്ലീസ് കം. അല്ല ഓടി വന്ന് പരിശുദ്ധാത്മ ഇരിക്കത്തില്ല. കിടക്കാൻ നേരം വിളിക്കണം, പരിശുദ്ധാത്മ ഹോളി സ്പിരിറ്റ് കം. എഴുന്നേക്കും, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് പ്ലീസ് കം. മനസ്സിലായി? അന്നേരം അടുത്ത് വരത്തുള്ളൂ. പ്രാർത്ഥിക്കാതിരിക്കും പരിശുദ്ധാത്മാവ് നമ്മൾ വിളിക്കണം. പരിശുദ്ധാത്മാവ് ഞാൻ പ്രാർത്ഥിക്കാതിരിക്കും, എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അരികെ വരും. ഹല്ലേലൂയ. റാബാനാശി 51:11 വായിക്കും. സങ്കീർത്തനം പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കണം എന്ന് എഴുതിയിരിക്കുന്നത്. 51:11. പരിശുദ്ധാത്മാവിനെ നിന്ന് എടുക്കുകയും വരുത് അല്ലേ? The personhood of the Holy Spirit is also affirmed by his many works. So he was a personally involved in creation. Genesis chapter 1 എന്താ ഇരിക്കുന്നത്? In Genesis chapter 1 he was personally involved in creation. Who? The Holy Spirit, right? The personhood of the Holy Spirit is also affirmed
by his many works. So he was personally involved in a creation. Genesis 1:2. Hallelujah. ഇനി എന്താണ്? Empowers God's people. Okay. സക്കറിയ 4:6 എന്താ വായിക്കുന്നത്? Empowers God's people. Romans chapter 8:14 പറയുന്നത് guides. John chapter 14:26 എന്താണ്? Comforts. John chapter 16:8 എന്താ പറയുന്നത്? Convicts. John chapter 16:8 എന്താ പറയുന്നത്? Is teach. So Isaiah 59:19 എന്താ പറയുന്നത്? Restrain sin and gives commands. Acts chapter 8:29. So each of these work requires the involvement of a person rather than a mere force, things or idea. Hallelujah. Hey. So each of works requires the involvement of a person rather than a mere force, things or an idea. So പരിശുദ്ധാത്മാവിന്റെ ആ വ്യക്തിത്വം അവന്റെ നിരവധി പ്രവൃത്തികളാലും സ്ഥിരീകരിക്കപ്പെടുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഒന്നെന്താണ്? ഉൽപ്പത്തി 1:2 വായിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദൃഷ്ടിയിൽ അല്ലെ സൃഷ്ടിയില് വ്യക്തിപരമായി ഉൾപ്പെട്ടിരുന്നു അല്ലെ. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. സക്കറിയ 4:6 വായിക്കുന്നത്. ദൈവജനത്തെ ശക്തിപ്പെടുത്തുന്നു അല്ലെ. ദൈവജനത്തെ സക്കറിയ 4 വായിക്കുന്ന എന്താണ്? 4:6 എന്താണ്? ദൈവജനത്തെ ശക്തിപ്പെടുത്തുന്നു. ശെരുബ്ബാബേലിനോട് യഹോവയുടെ അരുളപ്പാട് എന്താണ്? സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാലത്രേ. സ്വതം ഹല്ലേലൂയ. ഉണ്ടോ? അപ്പൊ നമ്മളെ ശക്തിപ്പെടുത്തുന്നു. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല യഹോവയുടെ ആത്മാവിനാൽ അല്ലേ. ഹോളി സ്പിരിറ്റ് അത്. നമ്മൾ തളർന്നിരിക്കുന്നിടത്ത് ക്ഷീണിച്ചിരിക്കുന്നിടത്ത് ആരാണ്? പരിശുദ്ധാത്മാവിനെ വിളിക്കണം. രോഗത്തിലിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് മീ. അവിടെ വരും, പരിശുദ്ധാത്മാവിനോട് വരും, നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വരും. നമ്മൾ ഹെഡേക്ക് ആയിട്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഹോളി സ്പിരിറ്റ് പ്ലീസ് ഹെൽപ്പ് മീ. എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടാട്ടെ. തലവേദനയായിട്ടിരിക്കുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവിനെ തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. ക്ഷീണിച്ചിരിക്കുമ്പോൾ ഞാൻ വിളിക്കാറുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും, പവർ തരും. ഹല്ലേലൂയ. ഇന്നലെ രാത്രി മുഴുവൻ എനിക്ക് ഇതായിരുന്നു. ഇന്നലെ 2 മണിക്ക് എഴുന്നില്ല. ഇന്നലെ ടൈം കൂടെ ചേഞ്ച് ആയല്ലോ. 1:30 ആയപ്പോൾ ഞാൻ പോയത്. 1:30 ആയപ്പോഴത്തേക്ക് കറക്റ്റ് ഒരു 1 hour ഏർലിയാണ് ജോലി. 3 മണിക്ക് എനിക്ക് 3:40 കയറണം, 3:40 കയറണം. 45 മിനിറ്റ്സ് ട്രാവലുണ്ട്. അപ്പോൾ വീട്ടിൽ ഞാൻ എന്താണ് നമ്മൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കൈ പാക്ക് ചെയ്ത് നമ്മൾ ബാത്തൊക്കെ കഴിയണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും എങ്ങനെയായാലും. അപ്പോൾ എത്ര മണിക്ക് എഴുന്നേക്കണം? സോ 3:30 ആവുമ്പോൾ ഞാനിവിടെ ചെന്നു. അപ്പോഴത്തേക്ക് 1 മണിക്ക് ഞാൻ അല്ലേ 12:30 1 o'clock ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ്. ലാസ്റ്റ് നൈറ്റ് നോ സ്ലീപ്പ്, മേ ബി മാക്സിമം ഹാഫ് hour 30 minutes. ഞാൻ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എപ്പോൾ വന്നു? ലൈക്ക് 9 o'clock വന്നു. ഒരു 10 അല്ലേ 9 o'clock ആകുമ്പോൾ വന്നു. ഈവനിങ് വന്നിട്ട് വന്ന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു. 11 o'clock ആയപ്പോഴത്തേക്ക് ബെഡിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചു, ഉറങ്ങിപ്പോയി. പ്രാർത്ഥിച്ച് ഉറങ്ങിപ്പോയി. 2 മണിക്കൂർ ഉറങ്ങിക്കണം അങ്ങേറ്റവും. വീണ്ടും എഴുന്നേറ്റു, പിന്നെ ഉറങ്ങിയിട്ടേ ഇല്ല. സ്റ്റിൽ ഐ ആം ഫ്രഷ്. ഹോളി സ്പിരിറ്റ് കോൾ ഹിം. എപ്പോഴും നമുക്ക് ഫ്രഷ് അല്ലേ. ഞാൻ വീണ്ടും 45 minutes ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ടും അവിടെ എല്ലാം ഗൂഗിൾ എന്നെ വഴിതെറ്റിച്ച് അവിടെ എല്ലാം കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് അവിടെ 1 hour കഴിഞ്ഞു. സോ സ്റ്റിൽ ഐ എം ഓക്കെ. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഞാൻ ചെക്കനോട് പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം എന്താണ്? നമ്മളെ ശക്തീകരിക്കലേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല യഹോവയുടെ ആത്മാവിനാൽ. ഓ ഹല്ലേലൂയ. യഹോവയുടെ ആത്മാവിനാൽ നമ്മുടെ ശക്തി. റോമൻ ലേഖനം 8:14 എന്താ വായിക്കുന്നത്? ആശ്വസിപ്പിക്കുന്നത് അല്ലേ. വഴി കാട്ടുന്നു. റോമൻ ലേഖനം 8:14 എന്താ വായിക്കുന്നത്? നമ്മളെ വഴി കാട്ടുന്ന ആത്മാവ് വഴി കാട്ടുന്നു. 8:14 റോമൻസ് 8:14 എന്താണ്? ദൈവാത്മാവിൽ നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നു. ആമേൻ. ദൈവത്തിന്റെ നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളല്ലേ.
ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. വഴി കാണിക്കുന്നു. അങ്ങോട്ട് പോകാൻ പറയുന്നു, ഇങ്ങോട്ട് പോകാൻ പറയുന്നു, നേരെ നടക്കുക, അങ്ങോട്ട് പോകരുതെന്ന് പറയുന്നു. വഴി കാണിക്കുന്ന അല്ലെ, വഴി കാട്ടുന്ന ആത്മാവ് അല്ലെ, വഴി കാണിക്കുന്ന ആത്മാവ് ആരാ? അതാണ് ദൈവത്തിന്റെ ആത്മാവ്. വഴി കാണിക്കും. ഹല്ലേലൂയ. നല്ല വഴികൾ കർത്താവ് കാണിക്കത്തുള്ളൂ എപ്പോഴും. വേണ്ടാത്ത വഴികൾ നമ്മളെ വിടത്തില്ല. പ്രൈസ് ഗോഡ്. വഴി കാട്ടുന്നതാണ് പരിശുദ്ധാത്മാവ്. അതാണ് റോമൻസ് ചാപ്റ്റർ 8:14 കാണിക്കുന്നത്. ഇനി അടുത്തുണ്ടോ? ഹല്ലേലൂയ. റാബാനഷന്ത. അടുത്തെന്തുവാ? ആശ്വസിപ്പിക്കുന്നു. യോഹന്നാൻ 14:26 തന്നെ ആശ്വസിപ്പിക്കും നമ്മളെ അല്ലേ? ആശ്വസിപ്പിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കുന്നു. ശരിയല്ലേ? പരിശുദ്ധാത്മാവ് നമ്മളെ സമാധാനം തരുന്നു. ഉണ്ടോ? എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു യേശു പറഞ്ഞല്ലേ? ഓ, ലോകം തരുന്നത് പോലെയല്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തന്നിട്ട് പോവാ. പ്രൈസ് ലോർഡ്. പരിശുദ്ധാത്മാവ് നമുക്ക് ആശ്വാസം തരുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ എന്ത് ചെയ്യണം? ആരെ വിളിക്കണം? ഹോളി സ്പിരിറ്റ് പ്ലീസ് കം. ഞാൻ പ്രയാസപ്പെടുന്ന വിഷയത്തിൽ പ്രയാസപ്പെടുന്നു. അപ്പൊ എന്ത് ചെയ്യും? നമ്മളെ ദൈവം ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ആശ്വസിപ്പിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അടുത്തത് യോഹന്നാൻ 16:13 എന്താണ്? പാപത്തെ നിയന്ത്രിക്കുന്നു അല്ലെ? 8:29 എന്താണ്? നമുക്ക് പ്രവൃത്തിയില് കൽപ്പനകൾ തരുന്നു അല്ലെ? കൽപ്പനകൾ നൽകുന്നു. ഹോളി സ്പിരിറ്റ് തരുന്നു. അപ്പൊ ഇതെല്ലാം എന്താണ്? ഒരു വ്യക്തിയെ പോലെയാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് അല്ലെ? ഞാൻ പറയാൻ കാരണം അതാണ്. ഒരു വ്യക്തിയെ പോലെ തന്നെയാണ് ഇതെല്ലാം നമ്മൾ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് അല്ലെ? തീർച്ചയായിട്ടും ഒരു വ്യക്തി തന്നെയാണ് പരിശുദ്ധാത്മാവ്. അതേ തെളിയിച്ചിരിക്കാം വചനത്തിലൂടെ. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിനെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ഒരു വ്യക്തിയോട് തന്നെ ട്രീറ്റ് ചെയ്യണം. ഈസ് എ ഗോഡ് അല്ലേ? ഈസ് എ ഗോഡ്. യേശു തന്നെയാണ് പരിശുദ്ധാത്മാവ്. വില്ലി ഗ്രഹാമിന്റെ മോള് പറഞ്ഞത് സ്കിൻലെസ് ജീസസ് അല്ലേ? അന്ന് സ്കിന്നുള്ള ജീസസ് ആയിരുന്നു ശിഷ്യന്മാരോട് നടന്നത്. എന്നാൽ യേശു പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോകുന്നത് നല്ലത്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് വാങ്ങി പിതാവിന് വാങ്ങി അയച്ചു തരുന്നു അതൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞു. പക്ഷേ അത് സ്പിരിറ്റാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റത്തില്ല, അനുഭവിക്കാൻ പറ്റും. സോ അതിനാണ് വില്ലി ഗ്രഹാമിന്റെ മോള് പറഞ്ഞത് ഈസ് എ സ്കിൻലെസ് ജീസസ്. മനസ്സിലായോ? ഞാൻ പിതാവാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ പിതാവാൻ ദൈവത്തെ കാണുമ്പോൾ നമുക്ക് ഫേസൊന്നും കാണാൻ പറ്റത്തില്ല. ആരും പിതാവിനെ കണ്ടിട്ടില്ല. ഞാൻ എന്നെ പലപ്പോഴും പിതാവ് കാണിക്കുന്നത് പിതാവിനെ കാണിക്കുന്നത് ക്ലൗഡായിട്ട് എപ്പോഴും കാണിക്കുന്നത്. ക്ലൗഡ്സിൽ നമ്മുടെ മറ്റേ യഹൂദന്മാർ കണ്ടതുപോലെ ക്ലൗഡ്സ് കാണിക്കുന്നത് എന്നെ കൂടുതലും. ജീസസിന് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ജീസസിന് ഷേപ്പുണ്ട് അല്ലേ? മനുഷ്യനായിട്ടാണ് ഭൂമി വന്നത്. ജീസസിന് ഫിഗർ ഉണ്ട്. അതുകൊണ്ട് ജീസസിനെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഹോളി സ്പിരിറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഹോളി സ്പിരിറ്റ് ഞാൻ കണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? രശ്മികളെ പോലെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അങ്ങനെ ഹോളി സ്പിരിറ്റ് ഞാൻ കണ്ടിരിക്കുന്ന രശ്മിയായിട്ടാണ്. മുഴുവൻ എന്താണ്? രശ്മിയായിട്ട്. മനസ്സിലായോ? കിരണങ്ങളായിട്ട്, അല്ലെങ്കിൽ തീയായിട്ട് കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രാവായിട്ട് കാണും, അല്ലെങ്കിൽ വെളിച്ചമായിട്ട് കാണും. അങ്ങനെ ഹോളി സ്പിരിറ്റിനെ ഒരു രൂപമായിട്ട് കണ്ടിട്ടേ ഇല്ല. ഈസ് എ പേഴ്സൺ ബട്ട് സ്റ്റിൽ എന്താണ്? ഒരു ചില സമയത്ത് വിൻഡായിട്ട് കാണും, ചില സമയത്ത് ഭയങ്കര വെള്ളച്ചാട്ടമായിട്ട് കാണും, ചില സമയത്ത് മഴയായിട്ട് കാണും. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യും, പരിശുദ്ധാത്മാവിനെ ഫീൽ ചെയ്യാൻ പറ്റും. ഞാനിവിടെ വന്നപ്പോൾ തൊട്ടേ പറഞ്ഞില്ലേ, എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തലയെ തൊട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. തലയെ തൊട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ കയ്യത്തുള്ളൂ സ്പർശിക്കും. ഞാൻ പറഞ്ഞില്ല, ചില സമയത്ത് വന്ന് ഡോറെ വന്ന് നോക്കി. വൈഫ് കൂടെ ഉറങ്ങുന്നുണ്ട്, പക്ഷെ വൈഫ് അറിയത്ത് പോലും ഇല്ല. ഞാനത് ആരെയും നോക്കിയത്, ഞാനത് ആദ്യമൊക്കെ ഓർത്തത് പിള്ളേരായിരിക്കും ഓർത്തത്. ശരിക്കും നോക്കിയും എഴുന്നേക്കാൻ പറഞ്ഞുകൊണ്ട് പിന്നെ ഉറക്കം വരത്തില്ല. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ എന്നെ വിളിക്കുന്ന മുഴുവൻ സ്വപ്നത്തിലൂടെയാണ്. എന്തെങ്കിലും ഒരു സ്വപ്നം തരും. ഈവൻ പിന്നെ പോയല്ലേ, ഈ പരിശുദ്ധാത്മാവ് തരുന്ന സ്വപ്നത്തിലൂടെ ഇടപെടുന്നു. എനിക്കൊരു 3-4 ഡയറി എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ദൈവാത്മാവ് തരുന്ന സ്വപ്നങ്ങളെല്ലാം, രാവിലെ തരുന്ന സ്വപ്നങ്ങളെല്ലാം എഴുതി വെക്കാൻ വേണ്ടി. അത് ഓരോ വ്യക്തികൾക്ക് വേണ്ടി എഴുതി തരും. ഈവൻ അന്ന കണ്ടത്തിൽ അല്ലേ, അദ്ദേഹത്തെ പറ്റി ഞാൻ എഴുതി, ഞാൻ വെറുതെ പറയുന്നതല്ല. അദ്ദേഹത്തെ പറ്റി ഒരു വെളിപ്പാട് എനിക്ക് മീൻസ് ഒരു സ്വപ്നം എന്നോട് ഇടപെട്ടായിരുന്നു ദൈവാത്മാവ്. എനിക്കൊന്ന് ലാസ്റ്റ് മന്തായിരുന്നു തോന്നുന്നു. അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന കണ്ടത്തില്ലേ?
Yeah. ആൻറ്റിയ. ആ ആൻറ്റിയെ കുറിച്ച് എനിക്കൊരു ഒരു വെളിപ്പാട് ദൈവം തന്നായിരുന്നു, ഒരു സ്വപ്നം തന്നായിരുന്നു. ആ സ്വപ്നം ഞാൻ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ. പക്ഷെ അതിതാണ് മാറ്റപ്പെടാൻ പോവാന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പറിച്ചു മാറ്റുക എന്നുള്ള രീതിയിലുള്ള ഒരു വെളിപ്പാട് എനിക്ക് ദൈവം തന്നത്. പക്ഷെ ഞാനത് അത്ര വലിയ സീരിയസ് ഒന്നും ആക്കിയില്ല. പക്ഷെ ഞാൻ എഴുതി വെച്ചു. ഹല്ലേലൂയ. സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബ്രദർ ഡേറ്റ് ഇട്ട് ടൈം വെച്ച് എഴുതി വെച്ചിട്ടുണ്ട് അത് പോയിന്റ്. എനിക്ക് കുറേ ഡയറീസ് ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് പറഞ്ഞെങ്കിൽ ദൈവം കാണിക്കുന്ന സ്വപ്നങ്ങളെല്ലാം എഴുതി വെക്കും. ഞാൻ പിതാവിൻ്റെ ഒരു ബുക്ക് എടുത്തു വെച്ചു. പിതാവിൻ്റെ റെഫറൻസ് ഒരു ബുക്ക്, പിതാവിന് പുത്രൻ തരുന്ന ഒരു ബുക്ക്, റെവലേഷൻ, പരിശുദ്ധാത്മാവ് റെവലേഷൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ എനിക്കുള്ള മെസ്സേജുകളെല്ലാം ഞാൻ വേറെ എഴുതി വെക്കും, ഇവർക്കുള്ള മെസ്സേജുകളെല്ലാം ഞാൻ വേറെ എഴുതി വെക്കും. അതുപോലെ ചർച്ചിനുള്ള മെസ്സേജ് ഞാൻ വേറെ എഴുതി വെക്കും. അങ്ങനെ എല്ലാം ഡയറക്റ്റ് അത് എഴുതി വെക്കും. പിന്നീട് സംഭവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദൂതന്മാരുടെ അനുഭവങ്ങൾ ഞാൻ എഴുതി വെക്കും. ദൂതന്മാരുമായിട്ട് എപ്പോഴും നമ്മൾ ബന്ധമുണ്ടല്ലോ, ദൂതന്മാരുടെ അനുഭവങ്ങൾ ഞാൻ എഴുതി വെക്കും. അപ്പൊ അതേ പറഞ്ഞു വെച്ചാല് എന്താണ്, ഈസ് എ വ്യക്തിയുണ്ട്, ഒരു വ്യക്തിയെ പോലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ കണ്ടാൽ, ഒരു വ്യക്തിയെ പോലെ നമ്മൾ കൂടെ നടന്നു കഴിഞ്ഞാൽ ശരിക്കും റിയലായിട്ട് വേറെ ആരും നമുക്ക് വേണ്ട. ശരിക്കും പരിശുദ്ധാത്മാവോട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് വേണ്ടെന്ന്, ജോലി വേണ്ട, ആഹാരം വേണ്ട എന്ന് വെച്ചാൽ നമ്മളെ കഴിപ്പിക്കത്തില്ലെന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്, അത്രയ്ക്ക് സന്തോഷമാണ് ദൈവരാജ്യത്തിലൂടെ നടക്കുമ്പോഴത്തേക്ക്. അത്രയ്ക്ക് പരിശുദ്ധാത്മാവോട്ട് നടക്കുമ്പോൾ അത്ര സന്തോഷമാണ്. പിന്നെ വേറെ ഒന്നിനെക്കുറിച്ച് നമുക്ക് വിചാരമില്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും നമ്മുടെ തലയിൽ അടിക്കത്തില്ല. അപ്പൊ നമ്മളെന്താണ്, നമ്മുടെ ബെഡ്റൂമിൽ ആരെ വിളിക്കണം? പരിശുദ്ധാത്മാവിനെ വിളിക്കണം. ഈവൻ ഞാൻ കുളിക്കാതെ പരിശുദ്ധാത്മാവിനെ വിളിക്കും. ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിക്കും, വെൽക്കം ഹോളി സ്പിരിറ്റ്. ഞാൻ ഷവർ ചെയ്യുമ്പോൾ വിളിക്കും, പരിശുദ്ധാത്മാവിനെ വിളിക്കും. ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴത്തേക്ക് വിളിക്കും. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ വിളിക്കും. ഹല്ലേലൂയ. ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, കയ്യെ സ്പർശിക്കത്തില്ലേ, ചില സമയത്ത് ചില മണിക്കൂറോളം ചിലപ്പം നമുക്ക് അനക്കം കിട്ടത്തില്ല. ആള് കൂടെ ഉണ്ട്, പക്ഷെ നമ്മളെ തൊടത്തില്ല. അപ്പം ചോദിക്കും, ഹോളി സ്പിരിറ്റ് വേറെ അറിയും? കുറച്ച് 5-10 മിനിറ്റ് കഴിയുമ്പോൾ തൊടും. നമുക്കറിയാം, വന്നിട്ടുള്ളവരെ തൊട്ടിട്ട് പോകും. ഞാൻ ആ ദൈവാത്മാവ് തൊടുമ്പോഴത്തേക്ക് നമ്മളങ്ങ് നിറയും, ആത്മാവിൽ നിറയും. അവിടെ നമ്മൾ അറിയാതെ വർഷിപ്പ് ചെയ്യും. ഞാൻ പിതാവിനെ വർഷിപ്പ് ചെയ്യും, പരിശുദ്ധാത്മാവിനെ വർഷിപ്പ് മീൻസ് യേശുവിനെ വർഷിപ്പ് ചെയ്യും. ഇനി യേശുവിന്റെ കാര്യം പറഞ്ഞാൽ അവിടെ പരിശുദ്ധാത്മാവ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എപ്പോഴും യേശുവിനെ പറ്റി പറയണത്, ഭവനത്തിൽ എപ്പോഴും യേശുവിനെ പറ്റി പറയണം. ഹല്ലേലൂയ. അപ്പം സോ ദ ഹോളി സ്പിരിറ്റ്, സോ attributes also point is a personality. The Holy Spirit has life, has a will. It is omniscient and is eternal and is omnipresent. A mere force could not possible all these attributes. ഒരു ഫോഴ്സിന് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റുമോ? സോ ദ ഹോളി സ്പിരിറ്റിന് ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ആ ഗുണവിശേഷങ്ങളും അവൻ്റെ വ്യക്തിത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, പരിശുദ്ധാത്മാവ് ജീവനുണ്ടല്ലേ, പരിശുദ്ധാത്മാവ് ജീവനുണ്ട്, സങ്കല്പമല്ല. അതാണ് റോമലേഖനം 8:2 പറയുന്നത്. ഒരു ഇച്ഛാശക്തി പരിശുദ്ധാത്മാവിനുണ്ട്. അതാണ് 1 കൊരിന്ത്യർ 12:11 പറയുന്നത്. സർവജ്ഞാനിയാണ് അല്ലേ, 1 കൊരിന്ത്യർ 2:10-11. നിത്യനാണ്, എബ്രായ ലേഖനം 9:14. സർവവ്യാപിയാണ് അല്ലേ, സങ്കീർത്തനം 119:7. അപ്പോൾ അവർ വെറും ഒരു ശക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? എന്നാൽ പരിശുദ്ധാത്മാവിനുണ്ട്. കാരണം എന്താണ്? ഈസ് എ പേഴ്സൺ. ഹല്ലേലൂയ. സോ ആൻഡ് a personhood, the Holy Spirit is affirmed by his role as the third person of the Godhead. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് അല്ലേ. ഹല്ലേലൂയ. പിതാവ് ഒരു വ്യക്തിയാണ്, വ്യക്തിത്വമാണ്, അല്ലെ, പേഴ്സണാലിറ്റിയാണ് അല്ലേ. പുത്രൻ ഒരു പേഴ്സണാലിറ്റിയാണ്, പരിശുദ്ധാത്മാവ് ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ത്രിയേക ദൈവത്തിന്റെ 3 പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഒറ്റ ദൈവം നമുക്കുള്ളത്, പക്ഷേ ഇത് 3 പേഴ്സണാലിറ്റി ഉണ്ട് ഇതിനകത്ത്. So only a being who is equal to God. പരിശുദ്ധാത്മാവ് മാത്യു 28:90 പറയുന്നതാണ് ഈക്വൽ ടു ഗോഡ്. യേശുവൻ ഈക്വൽ ടു ഗോഡ് അല്ലേ, അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് ഈക്വൽ ടു ഗോഡ്. സോ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ദേ ആർ ഗോഡ്. ഞാൻ പണ്ടൊരു ദിവസം ഇങ്ങനെ ഒരാൾ ചോദിച്ചു, യേശുവിനെ പറ്റി എന്ത് പറയുന്നു? ചർച്ചിലുള്ള വിശ്വാസിയാണ്, അദ്ദേഹത്തിന് പാസ്റ്റർ ലെവലുള്ള ആളാണ്. അദ്ദേഹത്തിന് അറിയത്തില്ല യേശു ആരാണ്. ഈസ് എ സൺ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു, ഈസ് എ ഗോഡ്?
ഇറ്റ്സ് എ ഗോഡ് ആണോ? പുള്ളിക്ക് സംശയം. നോ, ഇറ്റ്സ് എ ഗോഡ് അല്ലേ? ജീസസ് ഇസ് എ ഗോഡ്, ഹോളി സ്പിരിറ്റ് ഇസ് ഗോഡ്, ഫാദർ ഗോഡ് അല്ലേ? എന്ന് വെച്ചാൽ 3 ദൈവങ്ങളല്ല, നമുക്ക് ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അകത്തുള്ള പേഴ്സണാലിറ്റി, 3 പേഴ്സണാലിറ്റി അല്ലേ? പേഴ്സൺ ആണ്. 3 ഏക ദൈവം നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. So who is equal to God? Matthew chapter 29. And possesses attribute of omniscience, omnipresence and eternity could be defined as a God അല്ലേ? അതായത് പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം ദൈവത്തിലെ 3ാമത്തെ വ്യക്തി എന്ന നിലയിൽ അവന്റെ പങ്ക് സ്ഥിരീകരിക്കുന്നു. ദൈവത്തിന് തുല്യമാണ് പരിശുദ്ധാത്മാവ്. സർവജ്ഞാനമാണ്, സർവവ്യാപ്തമുണ്ട്, വ്യാപിയാണ്, നിത്യത അല്ലേ? എല്ലാ ഗുണങ്ങളുള്ളതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഒരു ദൈവത്തെക്കുറിച്ച് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഒരു ദൈവമാണെന്ന് പറയാൻ കാരണം. ഞാൻ അടുത്തൊരു പോയിന്റ് പറഞ്ഞിട്ട് നിർത്തിയാണ്. ആക്ട്സ് ചാപ്റ്റർ 5:3-4 എന്ന് വായിച്ചു നോക്കിയേ. പീറ്റർ അതെ പത്രോസ് referred to the Holy Spirit as a God, stating അനന്യാസിനോട് പറയാം അല്ലേ, how is that Satan has so filled your heart that you have lied to Holy Spirit and have kept for yourself some of the money you received for the land. So didn't it belong to you before it was sold? And after it was sold, was it the money at your disposal? What made you think of doing such a thing? So you have not let just a human being but to God. See, Paul likewise referred to Holy Spirit as a God. In 2 Corinthians chapter 3:17-18, Paul said, now the Lord is the Spirit, and where the Spirit of the Lord is, there is a freedom, and we all who with the unveiled face contemplate the Lord's glory are being transformed into image with the ever interceding glory which is come from the Lord who is the Spirit. See, Paul saying. So, പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 3 മുതൽ 4 വരെ വാക്കുകൾ വായിക്കുന്നത് പത്രോസ് പരിശുദ്ധാത്മാവിന് ദൈവം വന്ന് അല്ലേ പറയുന്നുണ്ട്. അനന്യാസിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അനന്യാസേ സാത്താൻ നിന്റെ ഹൃദയത്തിൽ ഇത്രയധികം നിറഞ്ഞിരിക്കുന്നത് എങ്ങനെ? കണ്ടോ? അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിറയും, സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ നിറയും. ആ കൺഫ്യൂഷൻ ആവും അല്ലേ? പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് സാത്താൻ വരുമോ ഹൃദയത്തിൽ? അനന്യാസിനോട് ചോദിക്കും അല്ലേ, സാത്താൻ നിന്റെ ഹൃദയത്തിൽ ഇത്രയധികം നിറഞ്ഞിരിക്കുന്നത് എങ്ങനെ? ഹല്ലേലൂയ. സോ നീ പരിശുദ്ധാത്മാവിനോട് കള്ളം പറയുകയും ഭൂമിക്ക് വേണ്ടി ലഭിച്ച പണത്തിൽ അല്ലെ ഒരു ഭാഗം നിനക്കായി സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവോട് കള്ളം പറഞ്ഞു അല്ലേ? അനന്യാസ് കള്ളം പറഞ്ഞു, ദൈവത്തോട് കള്ളം പറഞ്ഞു. അടുത്തെന്തുവാ? അത് വിൽക്കുന്നതിന് മുൻപ് അത് നിന്റെ വകയായിരുന്നല്ലോ, അത് വിറ്റ ശേഷം പണം നിന്റെ കൈവശമായിരുന്നില്ലേ? അപ്പൊ അത്തരം ഒരു കാര്യം ചെയ്യുവാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? അപ്പം അവിടെ എഴുതിക്കുന്നതാണ് മനുഷ്യരോട് മാത്രം. ആ പോയിന്റിന് ഞാൻ വന്നത്, മനുഷ്യരോട് മാത്രമല്ല ദൈവത്തോടാണ് കള്ളം പറഞ്ഞത്. കണ്ടോ? അപ്പൊ പരിശുദ്ധാത്മാവിനെ പത്രോസ് എന്തായിട്ട് കണ്ടിരിക്കുന്നത്? ദൈവമായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പൊ യേശു അംഗീകരിച്ചു അല്ലേ? അപ്പോസ്തലന്മാർ അംഗീകരിച്ചു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്താണ്? ദൈവമാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ ഇന്ന് സഭകളിൽ പരിശുദ്ധാത്മാവിനൊരു അംഗീകാരമില്ല. ആകെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? ഒരു പാട്ട് പാടി അവസാനം അന്യഭാഷകൾ എല്ലാവരോടും പറിച്ചു അല്ലേ? 1-2 പാട്ട് പാടി കൈ അടിച്ചോണ്ട് അന്യഭാഷ പറയും, അതോടുകൂടി പരിശുദ്ധാത്മാവിനെ തീർന്നു. ചില പള്ളികൾ അതുമില്ല. പിന്നെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാന്ന് ചിലര് പ്രവചിക്കാൻ വേണ്ടി, ദൂത് പറയാൻ വേണ്ടി. ഇത്രയുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യം സഭയ്ക്കത് ഇത്രേ ഉള്ളൂ. എന്നാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു പേഴ്സണായിട്ട് ഒരു ദൈവമായിട്ട് തന്നെ കൊണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവുമായിട്ട് ഇൻറ്റിമസിയിൽ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. ഭയങ്കര പരിശുദ്ധാത്മാവായിട്ട് നമ്മൾ നടക്കണം. പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ നടക്കണം, മിങ്കിൾ ചെയ്യണം, എപ്പോഴും സംസാരിക്കണം, എപ്പോഴും പരിശുദ്ധാത്മാവോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് റെസ്പെക്റ്റ് തരും. ഉറാബാനാസി. ഹല്ലേലൂയ. പരിശുദ്ധാത്മ കരയെന്ന് കാണിക്കുന്നതിനെ, പരിശുദ്ധാത്മ കരയുന്നു, ദുഃഖിക്കുന്നു. കാരണം സഭകളിലെ
കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കും. പരിശുദ്ധാത്മ കരയുന്നു. കാരണം പല സഭകളും ഓർത്ത് പരിശുദ്ധാത്മ കരഞ്ഞുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികളെ പലരും വിമർശിക്കാറുണ്ടല്ലേ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക, കരയിക്കുക അല്ലേ. ഹല്ലേലൂയ. അനേക സഭകൾ പരിശുദ്ധാത്മാവിന് എൻട്രി ഇല്ല. ശരിയല്ലേ? പരിശുദ്ധാത്മാവ് കരയുക. കാരണം എന്താണ്? ദൈവമാണ്, പക്ഷെ എൻട്രി ഇല്ല അവിടെ. പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് ആരും കേൾക്കുന്ന പോലും ഇല്ല, ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. നിങ്ങളുടെ ആരുടെ വീടുകളിൽ ക്ഷണിക്കുന്ന പോലും, റൂമിൽ ക്ഷണിക്കുന്ന പോലും ഇല്ല, കാറുകളിൽ ക്ഷണിക്കുന്നില്ല. എല്ലാവരും അവരെ ഓട്ടോ അല്ലേ. അല്ലെങ്കിൽ രാത്രി നമ്മളെ ഒന്ന് എന്താണ് ശോധന ചെയ്തിട്ട് നമ്മൾ സറണ്ടർ കൊടുത്തിട്ട് നീൾഡി കൊടുത്ത് വിളിച്ചല്ലേ. നമ്മൾ നീൾഡി ചെയ്യണം, പരിശുദ്ധാത്മാ നീൾഡി കൊടുക്കണം, സമർപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവെ വരണം, എൻ്റെ ജീവിതത്തിൽ വരണം, എൻ്റെ ഭവനത്തിൽ വരണം, എൻ്റെ കാറിൽ വരണം, എൻ്റെ കിച്ചണിൽ വരണം, എൻ്റെ ജോലിയിൽ വരണം, എൻ്റെ എന്താണ് പ്രാർത്ഥനയിൽ വരണം, എൻ്റെ ബെഡ്റൂമിൽ വരണം, എൻ്റെ ചർച്ചയിൽ വരണം, എൻ്റെ കൂടെ നടക്കണം. ഹല്ലേലൂയ. എൻ്റെ എല്ലാ ഉൾമുറികളും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുകയാണ്. വീട് മുഴുവൻ പരിശുദ്ധാത്മാവോട് നിറയണം. കാരണം നമ്മളെല്ലാം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തത്. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് അല്ലേ, അല്ല ആലയമാണ്. ഞാൻ ശരീരം ഏൽപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. നമ്മളങ്ങനെ ഓരോന്നും നമ്മൾ സറണ്ടർ കൊടുക്കണം പരിശുദ്ധാത്മാവിന്. അപ്പോൾ ദൈവാത്മാവ് പയ്യെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതനുസരിക്കണം. ചെറിയതായിരിക്കും ചിലപ്പോൾ തുടങ്ങുന്നത്, അതനുസരിച്ചാൽ ആത്മാവ് നമ്മുടെ കൂടെ ഇരിക്കും. വൻ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും അല്ലേ. ഹല്ലേലൂയ. വൻ കാര്യങ്ങൾ സംസാരിക്കാനിടയും വലിയ മർമ്മങ്ങൾ ദൈവം നമുക്ക് തരുവാനിടയും. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്കൊരു കൂട്ടായ്മ കണ്ടേൽപ്പിക്കാം. ഉറാബാനാസി. അപ്പൊ യേശുവിന് അതേ പ്രാധാന്യം തന്നെ പരിശുദ്ധാത്മാവിന്, പിതാവിന്റെ അതേ പ്രാധാന്യം തന്നെ പരിശുദ്ധാത്മാവിന് അല്ലേ. നോക്കിയേ, ഈ യേശുവിനെ മറിയയില് ആരാ വന്നത്? പരിശുദ്ധാത്മാവ് വന്നത്. പിതാവിന്റെ ആത്മാവല്ലേ. അപ്പം പരിശുദ്ധാത്മാവ് വന്നത്, പരിശുദ്ധാത്മാവാണ് മറിയയിൽ വന്നത്. പ്രൈസ് ഗോഡ്. യേശുവിന്റെ കല്ലറയിൽ ആരാ വന്നത്? യേശുവിനെ എഴുന്നേൽപ്പിക്കാൻ പിതാവിന്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നു അല്ലേ. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യം എത്രമാത്രം മനസ്സിലാക്കി നോക്കിയേ. പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടുതൽ ആവശ്യമാണ്. എസ്പെഷ്യലി നമ്മൾ ഒരു വിക്കഡ് ലോകത്തിലാണ് അല്ലേ. ഒരു പാപത്തിന്റെ തലമുറകളിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, തലമുറകളുടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആത്മാവിന്റെ സാന്നിധ്യം നമുക്ക് കൂടുതൽ ആവശ്യമാണ്. ആത്മാവുമായിട്ട് നമ്മൾ നടന്നെങ്കിൽ മാത്രമേ നമുക്കത് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ അല്ലേ, ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ, ഈ ലോകം മുഴുവൻ അല്ലേ എന്താ പറയുന്നത്, മുൾമുനയിൽ നിൽക്കുന്ന അവസ്ഥയാണ് എപ്പോഴും. ഏത് സമയത്ത് എന്ത് സംഭവിക്കാം. പണ്ടൊക്കെ നമുക്ക് നാളെക്കുറിച്ച് എന്തെങ്കിലും പറയാമായിരുന്നു അല്ലേ. നാളെ ഇന്ന നമുക്ക് ചെയ്യാം, അല്ലെ നാളെ ഇന്നൊക്കെ സംഭവിക്കും, എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ശരിയല്ലേ? നമ്മളിപ്പോ ഇവിടെ വന്നു, തിരിച്ച് വീട്ടിൽ ചെല്ലണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നോർത്ത് കൊറിയന്ന് ഒരു മിസൈൽ വിട്ട് ഇവിടെ വരുമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ പറയുന്നത്? അവൻ പറഞ്ഞാൽ ഞാൻ മിസൈൽ വിട്ട് കഴിഞ്ഞാല് ഇവിടെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ പോയ വീട്ടിൽ നിന്ന് പോയ രാവിലെ പോയ വൈകിട്ട് വരണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ പ്രൊട്ടക്ഷനായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവാണ് നമ്മളെ സൂക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ബഹറിലാന്ന് തോന്നുന്നു, അവിടെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബ് വീണോണ്ടിരിക്കല്ലേ. നമ്മുടെ പ്രാർത്ഥന ഗ്രൂപ്പിൽ വരുന്ന സഹോദരിയാണ്. അപ്പോൾ ദൈവനോട് കാണിച്ചെന്നറിയാം, ഒരു സഹോദരിക്ക് ഇപ്പോൾ ഇങ്ങനെ ബോംബിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ എല്ലാം വീണോണ്ടിരിക്കുകയാണ്, അവിടെ മിസൈൽ വീണോണ്ടിരിക്കുകയാണ്. അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ചു. അപ്പം എന്നോട് കാണിച്ച് ഒരു മുട്ട കർത്താവിൻ്റെ കരങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കും. കർത്താവ് ഒരു മുട്ട എടുത്തിട്ട് നമ്മുടെ ഈ ഉള്ളിൻ്റെ അകത്ത് വെക്കത്തില്ല, കൈക്ക് ഉള്ളിൽ എന്നൊക്കെ ആലോചിച്ച് നോക്കിയേ. ഈ മുട്ടയെന്ന് പറഞ്ഞ സാധനം പൊട്ടുന്ന സാധനമാണ്. മനുഷ്യൻ അത്രേ ഉള്ളു. നമ്മളെല്ലാം മണ്ണാ അല്ലേ. നമ്മളെ തട്ടിയാൽ പൊട്ടിപ്പോകും. എന്നാൽ കർത്താവ് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ആ ഉള്ളം കൈക്കകത്ത് കവർ ചെയ്ത് വെച്ചിരിക്കുക. ഭയങ്കര പ്രൊട്ടക്ഷനാണ്. സിസ്റ്റർ മനസ്സിലായോ? നമ്മുടെ പ്രൊട്ടക്ഷൻ, ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഭയങ്കര രീതിയിലാണ്. ഉള്ളം കൈക്കകത്ത്, കർത്താവിന്റെ ഉള്ളം കൈക്കകത്ത് നമ്മളെ ഇങ്ങനെ മൂടി വെച്ചിരിക്കുക. രണ്ടാമതൊരു വെളിപ്പാട് ദൈവം പറഞ്ഞാൽ എന്താ പറയുക? കോഴി തന്നെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ ചിറകിന്റെ കീഴിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുക. കഴുകാൻ വന്നാൽ കാണത്തില്ല അല്ലേ. ഒരുത്തിനും പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ചിറകിന് കീഴിലാണ്. അതിനെ തള്ളക്കോഴിയെ കൊന്നെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ കൊണ്ടാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ കൊല്ലാൻ സാധ്യമല്ല. അതുപോലെയാണ് തൻ്റെ മക്കളെ, ദൈവമക്കളെ ദൈവം സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇത് രാത്രി പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധത്തിലായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ദിവസം എഴുന്നേൽപ്പിക്കാം. ആത്മാവിന്റെ സാന്നിധ്യത്തിന് ആണുങ്ങൾ പ്രാർത്ഥിച്ചാലും
എല്ലാവരും ആത്മാവിന് സാധ്യത ആണെങ്കിൽ പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, എനിക്ക് ആത്മാവിനെ കൂടുതലായിട്ട് തരണമേ. ഓ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം കൂടുതൽ വരണമേ. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണമേ. റീബാന എല്ലാവരും പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥിച്ചാലും കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചാലും. ഹോളി സ്പിരിറ്റ് കം, യു വെൽക്കം ഹിയർ ഇൻ മൈ ലൈഫ്, ഇൻ മൈ കോളേജ്, ഇൻ മൈ സ്കൂൾ, ഇൻ മൈ കാർ, ഇൻ മൈ ഹൗസ്. എല്ലാവരും വിളിച്ചാലും എല്ലാവരും പരിശുദ്ധാത്മാവിനെ വെൽക്കം, യു വെൽക്കം ഹോളി സ്പിരിറ്റ് മൈ ലൈഫ്. ഐ സറണ്ടർ യു, fully surrender you. Oh, speak to me. I am ready for obey. എല്ലാവരും പറ, പരിശുദ്ധാത്മാവ് ഞാൻ ready for obey. എന്ത് പറഞ്ഞാലും ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്ത് പറഞ്ഞാലും ഞാൻ തയ്യാറാണ്. എല്ലാവരും പറ, പരിശുദ്ധാത്മാവ് എന്ത് പറഞ്ഞാലും ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ, ചെയ്യാൻ തയ്യാറാണ്. റിബാന ശന്തരമന ഹസ്ത. യെസ്. Oh, thank you Jesus. Hallelujah. 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 Urakamanashi. Hallelujah. കെസ്യൂർ സംസാരിക്കുന്ന ലൂക്ക് ചാപ്റ്റർ 15 പോയി വായിക്കാൻ പറഞ്ഞു. ലൂക്ക് ചാപ്റ്റർ 15 ഫോർ യു. പോയി വായിക്കണം വീട്ടിൽ ചെന്നിട്ട്. ലൂക്ക് ചാപ്റ്റർ 15 ആ ലോസ്റ്റ് സണ്ണിനെ എങ്ങനെയാണ് ദൈവം സ്നേഹിച്ചത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രി സ്നേഹിക്കുക ദൈവം. ഹല്ലേലൂയ. ഉറാബാനാശി. ഒരു ഫ്ലവർ കൊണ്ട് ഒരു മാല ഇപ്പോൾ ഇങ്ങനെ കർത്താവ് കൊണ്ടിടുക. We respect you now tonight. മനസ്സിലായോ? ഫ്ലവർ കൊണ്ട് ഒരു മാല ഇങ്ങനെ കർത്താവ് കൊണ്ടിടുന്നു. ഹല്ലേലൂയ. റെസ്പെക്റ്റിങ് എന്തോ ഒരു ഗിഫ്റ്റ് പോലെ, എന്തോ ഒരു താലന്ത് പോലെ ഇന്ന് രാത്രി ദൈവം ഏൽപ്പിക്കുക. ദിബറ ഹസ്തര. ഓ ഭയം കം ഔട്ട്. യേശുവിനെ ഭയം ഔട്ട്. എല്ലാ ഫിയർ ഔട്ട് ആയിക്കോട്ടെ. ഫിയറിനെ ആത്മാവിനെ ഔട്ട്. യേശുവിന്റെ നാമത്തെ ഫിയറിനെ ഞാൻ ശാസിക്കുന്നു. Come out in the name of Jesus. All fear, come out in the name of Jesus. Come out in the name of Jesus. You know, ഈ സ്റ്റിച്ച് ചെയ്യുന്ന ആളല്ലേ, മിഷനെ സ്റ്റിച്ച് ചെയ്തല്ലേ ഉടുപ്പൊക്കെ, അതുപോലെ അല്ലേ ടൈലറിനെ പോലെ ഇവനെ കാണിക്കുന്നത്. എന്തോ നിനക്കൊരു ഉടുപ്പ് ദൈവം തയ്ച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവം നിനക്കൊരു ഉടുപ്പ് തയ്ച്ചുകൊണ്ടിരിക്കുക. Praise God. Something else God won't give you. Hallelujah. Shabana Shambal Kamana Shita. He want to use you. ഒരു ഫുട്ബോൾ ഇങ്ങനെ ഒരാൾ തട്ടുന്ന പോലെ പരിശുദ്ധാത്മാവ് പറയുന്നു, I want to use you. So surrender to Holy Spirit. Walk with the Holy Spirit. Talk with the Holy Spirit. And listen Him and obey Him. You will bless. Hallelujah. God, touch her in Jesus' mighty name. Every night He is sitting with you. നീ ബെഡിൽ കിടക്കുമ്പോൾ എല്ലാം പരിശുദ്ധാത്മാവിന്റെ ബെഡിൽ കിടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. You listen? No. You can hear something? No. Ask Holy Spirit to dream with you. Okay? They will dream with you. എന്ന് കിടക്കുന്നതിന് മുന്നേ പരിശുദ്ധാത്മാവേ, Holy Spirit come in my bedroom and dream തരാൻ dream. മനസ്സിലായോ? Talk to me through dreams. He will talk to you. I see every day He is visiting you. Every day He is visiting your home. I mean the bedroom. Shandarabana Hashadara. Holy Spirit touch you. ദിവസങ്ങളിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് തൊട്ടാൽ ഒരു നന്മ വരുന്നുണ്ട്. നമ്മുടെ ഈ പശുവിനൊക്കെ കിടക്കുന്നത് പോലെ അതൊന്നും വേണ്ട. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നന്മകൾ വലിയൊരു ഭർത്താക്കല്ലേ വരുന്നത്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതുപോലെ ഈ സോഡാക്കൊക്കെ നമ്മളിങ്ങനെ പൊട്ടുന്നത് പോലെ അത് പൊട്ടി